നമ്മൾ ഇന്ന് ഈ അജീഷ്, നമ്മുടെ എല്ലാവർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അജീഷ് ജോസഫ് എന്ന് പറയുന്നത്. ഇസ്ലാം എന്താന്ന് ചോദിച്ചപ്പോൾ ഫത്തവുൽ മുഈൻ കൊണ്ട് എന്ന് പറഞ്ഞ ഒരു മണ്ടനാണ് അജീഷ് ജോസഫ്. അപ്പോൾ മണ്ടന്റെ വീഡിയോയിൽ ഒരു ആരോപണമാണ് നമ്മൾ ഇന്ന് സ്വയം വീഡിയോയിലേക്ക് സ്വയം കോമാളിയാകാൻ വേണ്ടിയിട്ട് സ്വയം ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുകയാണ് അജീഷ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ടീമിന്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ടാണ് അജീഷ് സ്വയം വീഡിയോ ഉണ്ടാക്കി സ്വയം ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുന്ന ഒരു മണ്ടനായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം വീഡിയോ എന്താണെന്നുള്ളത്. സ്വയം വീഡിയോ ഇട്ട് സ്വയം ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്ന മണ്ടൻ അജീഷ് എന്നാണ് നമുക്ക് പറയാനായിട്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ നോക്കാം. UAE ടീമിന്റെ ഒരു വീഡിയോ ആണ്. 6 മുതൽ 110 യേശു ക്രിസ്തു അഥവാ ഈസാ നബി, ആ ഈസാ നബി പരലോകത്ത് ദൈവവുമായി നടത്തുന്ന ഒരു സംഭാഷണം, അത് വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി അത് വിവരിക്കുന്നത് ഇതാണ്. അലൈഹിസ്സലാം പരലോകം എപ്പോഴാന്നുള്ളത് ഏതൊരു മുസ്ലിമിനും അറിയാവുന്ന കാര്യമാണ്. അന്ത്യനാളിലാണ് പരലോകം ഉണ്ടാകുന്നത്. ആ ഒരു കാര്യത്തെ ഇവർ വളരെ ഇതായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു അല്ല ഈസാ നബി എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ കുറേ നാളായി വെള്ള പൂശി നടക്കുന്നത്. യേശു അല്ല ഈസ അല്ല യേശു, യേശുവും ഈസയും രണ്ടാണ്, രണ്ടും ഒന്നാണ്, ഒന്നും 10 പണ്ട് ദൈവത്തിന് ഇവന്മാർ 3 1 എന്ന് പറഞ്ഞതുപോലെ യേശു ഈസയും രണ്ടാണ്, രണ്ടും 1, 3 1 എന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വളരെ വ്യക്തമായി UAE ടീം പറഞ്ഞിട്ട് അള്ളാഹുവും സംസാരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മണ്ടൻ സ്വയം വീഡിയോ ഇട്ടിട്ട് ഗോൾ പോസ്റ്റ് അടിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഖുർആനിലേക്ക് അല്ലെങ്കിൽ ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാരെ കവച്ചു വെക്കുന്ന അള്ളാഹുവിന്റെ പ്രബോധനം ഈ രണ്ടാം ടീമിന്റെ ഉള്ളിലേക്ക് ചെന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ പുള്ളി ഇമാം ഗാസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇമാം ഗാസി എന്നുള്ളത് ഒരു തഫ്സീർ എഴുത്തുകാരൻ. ഇമാം ഗസി എന്ന് പറയുന്നത് ഒരു തഫ്സീർ എഴുത്ത്. നിങ്ങൾക്ക് ഈ തഫ്സീർ, ഒരുപാട് ആൾക്കാർക്ക് തഫ്സീർ എന്ന് പറഞ്ഞിട്ട് അതെന്ത് വലിയ സംഭവമാണെന്നുള്ളത്. തഫ്സീർ എന്നുള്ളത് ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്നുള്ളതാണ്. അപ്പൊ ആ ഇമാം ഗസിലി സ്വയം ഗോൾ പോസ്റ്റ് അടിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. വാക്ക് തന്നെയാണിതും. എന്നാൽ അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട അവസരത്തിൽ പറഞ്ഞതാണ് ഇതെന്നും അഭിപ്രായമുണ്ട്. ആദ്യത്തെ അഭിപ്രായമാണ് ശരി. അടുപ്പൂട്ടികളെ കണ്ടോ, സ്വയം വീഡിയോ ഇട്ടിട്ട് മണ്ടനാകുക. ആദ്യത്തെ അഭിപ്രായമാണ് ശരി. ഇതിൽ ആദ്യത്തെ അഭിപ്രായം എന്താണ്? വായിച്ചു നോക്കി. അന്ത്യദിനത്തിൽ ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്ന വാക്ക് തന്നെയാണിത്. ഇത് തന്നെയല്ലേ ഖുർആൻ പറയുന്നത്? സ്വയം മണ്ടനായിട്ട് വീഡിയോ ഇട്ടിട്ട് സ്വയം ക്രിസ്ത്യാനികളെ മണ്ടനാണ് എന്ന പേര് കേൾപ്പിക്കുകയാണ് അജീഷ് ജോസഫ് ചെയ്യുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫത്തവുൽ മുഈൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു ടീമാണ് ഈ അജീഷ് എന്ന് പറയുന്ന മണ്ടൻ. കാണാൻ പറ്റും. ഇത് കാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം അൻത കുല്ല ലിനാസി. അതിൽ പറയുന്നുണ്ട് അള്ളാഹു ഓൺ ദ ജഡ്ജ്മെന്റ് ഡേ, യൗമുൽ ഖിയാമ കാലഘട്ടത്തിലാണ് അള്ളാഹു ഈസയോട് ഈ കാര്യം ചോദിക്കുന്നത്. അന്ന് സുഹൃത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കാര്യം എടുത്തിട്ടാണ് അജയ് ജോസഫ് സ്വയം മണ്ടനാവുകയാണ്, കോമാളിയാവുകയാണ്. എന്തിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് കോമാളിയാക്കാൻ വേണ്ടിയിട്ട് സ്വയം വീഡിയോ കുത്തിക്കയറ്റി UAE ടീമിനെ ആക്ഷേപിച്ചിട്ട് മണ്ടൻ സെൽഫ് ഗോൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 116 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻ ദ ജഡ്ജ്മെൻറ്റ്, ഇതെല്ലാം പറയുന്നത് യൗമുൽ ഖിയാമത്ത് കാലഘട്ടത്തിലാണ് അള്ളാഹു ഈസാ അലൈഹി സ്വലാമിനോട് ഇത് പറയുന്നത്. നമ്മൾ മുന്നേ കണ്ട വാക്യത്തിൻ്റെ മറ്റൊരു സന്ദർഭാർത്ഥമാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ഇതെടുത്തുകൊണ്ട് വന്നിട്ട് സ്വയം പറയുകയാണ് ഇത് അന്ത്യനാളിലാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തൊരു വിഡിത്തമാണ് പറയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സ്വയം വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് അന്ത്യനാളിൽ പറയുകയാണെന്ന് ഖുർആനിൽ ഇങ്ങനെ പറയുന്നത്. ഖുർആനിൽ അങ്ങനെ തന്നെയുണ്ട്, അന്ത്യനാളിലാണെന്നുള്ളതുണ്ട്. പിന്നെയും സ്വയം വീഡിയോ എടുത്തുകൊണ്ടെന്ന് അന്ത്യനാളിലാണ് പറയുമ്പോൾ എന്തൊരു മണ്ടനാണ് ഇദ്ദേഹം. അള്ളാഹു ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അത് ഏത് കാര്യം എന്ന് പറയാം? അള്ളാഹ് സെയ്ഡ് ടു ദ ജീസസ്, ഐ വിൽ ടേക്ക് യു, ഞാൻ നിന്നെ ഉയർത്തുകയും എന്നിലേക്ക് കൊണ്ടുവരികയും നിന്റെ ആളുകളിൽ അവിശ്വാസത്തെ അന്ത്യനാളിൽ ഞാൻ കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ മണ്ടന്മാരൊക്കെ ഈസ അല്ല യേശു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നടക്കുന്നത്. സ്വയം മണ്ടനാകുക എന്നുള്ളതാണ് അജീഷ് ഇവിടെ ചെയ്യുന്നത്. ഖുർആനിലെ 3:55 ഈ ഒരു അധ്യായം ഉള്ളത്. അള്ളാഹു ഈസയെ എന്നിലേക്ക് ഉയർത്തുമെന്നും നിന്റെ ആളുകൾക്കിടയിൽ അന്ത്യനാൾ വരെ അവിശ്വാസത്തെ നാം നിലനിർത്തുകയും ചെയ്യുമെന്നും അതിനുശേഷം അവർക്ക് നാം സത്യത്തെ ബോധ്യപ്പെടുത്തി ചെയ്യുന്നു.
അള്ളാഹു തന്നെയാണ് ഖുറാനിൽ പറയുന്നത്. ഇനി അജീഷ് പറഞ്ഞ സംഭവം അത് ഖുറാനിൽ വളരെ വ്യക്തമായി തന്നെ ഖിയാം നാളിനെ പറ്റിയാണെന്നുള്ളത് വ്യക്തമായി പറയുന്നത്. പിന്നെ വീഡിയോ ഇട്ട് സ്വയം ഗോൾ പോസ്റ്റ് അടിക്കാൻ നോക്കുകയാണ് ഈ ഒരു അശ്ലീല മണ്ടൻ.